ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ.പി. ശങ്കരദാസ് ഇന്നലെയാണ് അറസ്റ്റിലായത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എസ്.ഐ.ടിയും മജിസ്ട്രേറ്റും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കുറച്ചു ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ഐസിയുവിൽ ചികിത്സയിലായിരുന്നു ശങ്കരദാസ്. എസ്.പി. ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് നടപടികൾ സ്വീകരിച്ചത്. ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് അറസ്റ്റ് എന്നാണ് വിവരം. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു. സുപ്രീം കോടതി വരെ പോയിട്ടും അനുകൂല വിധി കിട്ടാതിരിക്കുകയും ഹൈക്കോടതി രൂക്ഷ വിമർശനം തുടരുകയും ചെയ്തതോടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന CPI നേതാവ് കെ.പി. ശങ്കരദാസിനെ ആശുപത്രി കിടക്കയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതരായത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ശങ്കരദാസിനെയും വിജയകുമാറിനെയും ആദ്യഘട്ടത്തിൽ SIT ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ശബരിമലയിലെ കൊള്ളയ്ക്ക് വഴിവെച്ച ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ പത്മകുമാറിന്റെ ഇടപെടലാണെന്നും തങ്ങൾക്ക് പങ്കില്ലെന്നുമുള്ള ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുത്തായിരുന്നു ഇത്. എന്നാൽ തീരുമാനങ്ങൾ ഒരുമിച്ചെടുത്തതാണെന്നാണ് പത്മകുമാർ ജാമ്യ ഹർജികളിൽ ചൂണ്ടിക്കാണിച്ചത്. ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സുകളിലെല്ലാം 3 പേരുടെയും ഒപ്പുണ്ടെന്നും അതിനാൽ തീരുമാനങ്ങളിൽ മൂവർക്കും ബാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ച ഹൈക്കോടതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തതിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഈ പരാമർശം നീക്കിക്കിട്ടാനാണ് ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതി അത് പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, രൂക്ഷമായ പരാമർശങ്ങളും നടത്തി. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണ പരിധിയിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും ഉൾപ്പെടുത്തി. ശബരിമലയിൽ 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. കൊടിമര നിർമ്മാണവും ഇനി SIT അന്വേഷിക്കും. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്നപ്പോഴാണ് കൊടിമരം മാറ്റിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.